വിശാലമായ ഈ പ്രപഞ്ചത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ നമുക്ക് അതിമനോഹരമായ ഒരു സ്ഥലം കാണാൻ സാധിക്കും. ഒരു ഗാലക്സി, സ്പൈറൽ ഷേപ്പുള്ള ഒരു ഗാലക്സി. അതെ, അത് നമ്മുടെ സ്വന്തം ഗാലക്സിയായ മിൽക്കി വേ തന്നെയാണ്. അതിൻ്റെ ഉള്ളിലേക്കൊന്ന് സൂക്ഷിച്ചു നോക്കിയാലോ? അങ്ങനെ നോക്കിയാൽ അവിടെ ഒളിഞ്ഞു കിടക്കുന്ന കുറേയധികം രഹസ്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. അതിലുള്ള എല്ലാ രഹസ്യങ്ങളും ശാസ്ത്രത്തിന് മനസ്സിലാക്കാൻ ഇപ്പോഴും സാധ്യമായിട്ടില്ല. പക്ഷേ കുറേയധികം കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ സാധ്യമായിട്ടുമുണ്ട്. ഇന്നത്തെ ഈ വീഡിയോയിലൂടെ നമ്മൾ സംവദിക്കാൻ പോകുന്നത് ശാസ്ത്രം കണ്ടെത്തിയിട്ടുള്ള മിൽക്കി വേയുടെ 10 രഹസ്യങ്ങളാണ്. പ്രപഞ്ചത്തിന്റെ പ്രായം 1380 കോടി വർഷങ്ങളാണെങ്കിൽ മിൽക്കി വേ എന്ന നമ്മുടെ ഗാലക്സിയുടെ പ്രായം 1350 കോടി വർഷങ്ങളാണ്. അതായത് പ്രപഞ്ചമുണ്ടായി വെറും 30 കോടി വർഷം മാത്രം പഴക്കമുള്ളപ്പോഴാണ് നമ്മുടെ ഗാലക്സി ഉണ്ടായത്. ചുരുക്കത്തിൽ നമ്മുടെ ഗാലക്സി വളരെയധികം പ്രാചീനമായ ഒരു ഗാലക്സി തന്നെയാണ്. ഇത്രയധികം നീണ്ട കാലഘട്ടത്തിൽ നിരവധി മരണങ്ങളും ജനനങ്ങളും സാക്ഷ്യം വഹിക്കാൻ മിൽക്കി വേക്ക് സാധിച്ചിട്ടുണ്ട്. പറഞ്ഞു വരുന്നത് മനുഷ്യരുടെയോ ജീവജാലങ്ങളുടെയോ ജനനത്തെക്കുറിച്ചോ മരണത്തെക്കുറിച്ചോ അല്ല. മിൽക്കി വേയുടെ അടിസ്ഥാനമായിട്ടുള്ള നക്ഷത്രങ്ങൾ, നിരവധി നക്ഷത്രങ്ങൾ ജനിക്കുന്നുണ്ട്, അതിലധികം നക്ഷത്രങ്ങൾ മരിക്കുന്നുമുണ്ട്. തുടക്കത്തിൽ ജനന നിരക്കായിരുന്നു കൂടുതലെങ്കിൽ ഇപ്പോഴത് മരണനിരക്കായി മാറി. എല്ലാ ഗാലക്സിയും പോലെ തന്നെ ഏറ്റവും കൂടുതൽ ഖനം കാണാൻ സാധിക്കുന്നത്, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ഡെൻസിറ്റി അടങ്ങിയിരിക്കുന്നത് മിൽക്കി വേയുടെ മധ്യഭാഗത്ത് തന്നെയാണ്. അവിടെയാണ് ഏറ്റവും കൂടുതൽ സെലസ്റ്റിയൽ ബോഡീസ് അടങ്ങിയിരിക്കുന്നത്. അതായത് അവിടെ നിരവധി നക്ഷത്രങ്ങളുണ്ട്, കുറേയധികം ഗ്രഹങ്ങളുണ്ട്, കുറേയധികം ബ്ലാക്ക് ഹോളുകളും ന്യൂട്രോൺ സ്റ്റാറുകളും സ്റ്റെല്ലാർ ഡസ്റ്റുകളും വാതകങ്ങളും അടങ്ങിയിട്ടുണ്ട്. ഒരു ഡിസ്കിന്റെ രൂപത്തിൽ കാണപ്പെടുന്ന മിൽക്കി വേയ്ക്ക് 4 കരങ്ങളാണ്, അല്ലെങ്കിൽ 4 ആമുകളാണ് ഉള്ളത്. ഈ 4 ആമുകളിലാണ് ഏറ്റവും കൂടുതൽ നക്ഷത്രങ്ങൾ ജനിച്ചുകൊണ്ടിരിക്കുന്നതും. മിൽക്കി വേയുടെ ഒരറ്റത്തു നിന്നും അങ്ങേയറ്റത്തേക്ക് നമ്മൾ പ്രകാശത്തിന്റെ വേഗതയിൽ സഞ്ചരിച്ചു എന്നെടുക്കാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് അങ്ങേയറ്റത്ത് എത്തിച്ചേരാൻ 1,00,000 വർഷങ്ങൾ വേണ്ടി വരുന്നതാണ്. അതായത് മിൽക്കി വേയുടെ വലിപ്പം എന്ന് പറയുന്നത് 1,00,000 പ്രകാശ വർഷങ്ങളാണ്. ഈ ഗാലക്സിയിൽ എത്രമാത്രം നക്ഷത്രങ്ങളുണ്ടെന്ന് കൃത്യമായി പറയാൻ നമുക്ക് സാധിക്കുകയില്ല. കാരണം നമ്മൾ കണ്ടെത്തിയതിനേക്കാൾ കൂടുതൽ നക്ഷത്രങ്ങളും ഇനി കണ്ടെത്താനായിട്ടുള്ളതാണ്. എന്നാലും ഒരു ഏകദേശ കണക്ക് ശാസ്ത്രത്തിന് പറയാൻ സാധിക്കും. അതനുസരിച്ച് 100 ബില്യൺ മുതൽ 400 ബില്യൺ വരെയാണ് നക്ഷത്രങ്ങളുടെ എണ്ണം. അതായത് 10,000 കോടി മുതൽ 40,000 കോടി നക്ഷത്രങ്ങൾ വരെ. ആ കൂട്ടത്തിൽ ഒരു നക്ഷത്രം മാത്രമാണ് സൂര്യൻ, കൂട്ടത്തിൽ ഏറ്റവും വലുപ്പം കുറഞ്ഞ ഒരു നക്ഷത്രം. അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും നമ്മുടെ ഗാലക്സിയെ സംബന്ധിച്ചിടത്തോളം സോളാർ സിസ്റ്റം എത്രമാത്രം ചെറുതാണെന്ന്. പ്രപഞ്ചത്തിലുണ്ടായ ആദ്യ ഗാലക്സികളിൽ ഒന്ന് മിൽക്കി വേ തന്നെയാണ്. പക്ഷേ ആദ്യമായിട്ടുണ്ടായ ഗാലക്സി മിൽക്കി വേ ആണെന്ന് പറയാൻ സാധിക്കുകയില്ല. അതിനു മുൻപും അതിനേക്കാൾ പഴക്കമുള്ള ഗാലക്സികളെ നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട്. മിൽക്കി വേ എന്ന ഒരൊറ്റ ഗാലക്സി ഒറ്റയടിക്ക് ഉണ്ടാവുകയായിരുന്നില്ല. ആദ്യം ഇതിനേക്കാൾ ചെറിയ നിരവധി ചെറു ഗാലക്സികൾ ഉണ്ടാവുകയായിരുന്നു. പിന്നീട് അവയെല്ലാം പരസ്പരം ചേർന്നിട്ടാണ് മിൽക്കി വേ എന്ന വലിപ്പമേറിയ ഒരു ഗാലക്സി ഉണ്ടായത്. നിരന്തരമായി മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഗാലക്സിയാണ് മിൽക്കി വേ. പക്ഷേ പ്രപഞ്ചത്തിൽ ഒത്തിരി വലിപ്പമുള്ള ഗാലക്സികളുണ്ട്. ആ വലിപ്പമുള്ള ഗാലക്സിയുമായിട്ട് നമ്മുടെ ഗാലക്സിയെ താരതമ്യപ്പെടുത്താൻ പോലും സാധിക്കുകയില്ല. തൊട്ടടുത്ത് സ്ഥിതി ചെയ്യുന്ന ആൻഡ്രോമിഡ ഗാലക്സി, ആ ഗാലക്സിക്ക് മിൽക്കി വേയുടെ ഏകദേശം ഇരട്ടിയിലധികം വലിപ്പമാണുള്ളത്. മിൽക്കി വേക്ക് അടുത്തുള്ള ഗാലക്സികൾ കൂടിച്ചേർന്ന് ഒരൊറ്റ ഗ്രൂപ്പായിട്ട് മാറിയിട്ടുണ്ട്. അതിനെ ഗാലക്റ്റിക് ക്ലസ്റ്റർ എന്നാണ് പറയുന്നത്. നമ്മുടെ ഗാലക്റ്റിക് ക്ലസ്റ്ററിന്റെ പേര് ലോക്കൽ ഗ്രൂപ്പ് എന്നാണ്. ഈ ലോക്കൽ ഗ്രൂപ്പിൽ 54 ഗാലക്സികളാണ് അടങ്ങിയിരിക്കുന്നത്. എന്നാൽ അതിൽ ബഹുഭൂരിപക്ഷവും വളരെയധികം വലിപ്പം കുറഞ്ഞ ഡ്വാർഫ് ഗാലക്സികളാണ്. വലിപ്പം കൂടിയ ഗാലക്സികളിൽ ഒന്നാണ് മിൽക്കി വേ. മിൽക്കി വേക്ക് പുറമെ വലിപ്പക്കൂടുതലുള്ള ഗാലക്സികൾ ആൻഡ്രോമിഡ ഗാലക്സിയും ട്രയാങ്കുലം ഗാലക്സിയുമാണ്. ഇത്തരത്തിൽ നിരവധി ലോക്കൽ ഗ്രൂപ്പുകൾ കൂടിച്ചേർന്ന് ഒരു വലിയ സൂപ്പർ ക്ലസ്റ്റർ ഉണ്ടാകുന്നു. നമ്മുടെ സൂപ്പർ ക്ലസ്റ്ററിന്റെ പേരാണ് ലെനൈക്കെ സൂപ്പർ ക്ലസ്റ്റർ. ലെനൈക്കെ സൂപ്പർ ക്ലസ്റ്ററിന്റെ ഉള്ളിൽ ആയിരക്കണക്കിന് ഗാലക്സികളാണ് അടങ്ങിയിരിക്കുന്നത്. അതിന്റെ വലിപ്പവും അതിഭീകരമാണ്. ഒരറ്റം മുതൽ അങ്ങേയറ്റം വരെയുള്ള ദൂരം 50 കോടി പ്രകാശ വർഷങ്ങളാണ്. അതായത് പ്രകാശം 50 കോടി വർഷങ്ങൾ കൊണ്ട് യാത്ര ചെയ്യുന്ന അത്രയും ദൂരം. ഒരു സെക്കൻഡിൽ പ്രകാശത്തിന് 3,00,000 കിലോമീറ്ററോളം സഞ്ചരിക്കാൻ സാധിക്കും. അങ്ങനെയാണെങ്കിൽ 50 കോടി പ്രകാശ വർഷങ്ങളെന്ന് പറയുന്നത് എത്രമാത്രം ഭീകരമായ ഒരു വലിപ്പമാണ്. നമ്മുടെ ഭൂമി സൗരയൂഥത്തിന്റെ മധ്യഭാഗത്തിനു ചുറ്റും വലം വെച്ചുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ നമ്മുടെ സൂര്യൻ ഈ മിൽക്കി വേയുടെ മധ്യഭാഗത്തിന് ചുറ്റുമായി വലം വെച്ചുകൊണ്ടിരിക്കുകയാണ്. മിൽക്കി വേ ലോക്കൽ ഗ്രൂപ്പിന് ചുറ്റുമായിട്ട് വലം വെച്ചുകൊണ്ടിരിക്കുകയാണ്. ലോക്കൽ ഗ്രൂപ്പ് ലെനൈക്കെ സൂപ്പർ ക്ലസ്റ്ററിനുള്ളിൽ തന്നെ വലം വെച്ചുകൊണ്ടിരിക്കുകയാണ്. ചുരുക്കി പറഞ്ഞാൽ പ്രപഞ്ചത്തിലുള്ള എല്ലാ വസ്തുക്കളും റിലേറ്റീവ്ലി എല്ലായ്പ്പോഴും സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതൊന്നും പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു സഞ്ചാരമല്ല.
ഈ സഞ്ചാരങ്ങൾക്കിടയിൽ നിരവധി കൂട്ടിയിടികൾ സംഭവിക്കുന്നുണ്ട്. പല ഗ്രഹങ്ങളും ഇടിച്ച് തകരുന്നുണ്ട്. പുതിയതായി ചില ഉപഗ്രഹങ്ങൾ അതിനെ തുടർന്ന് ഉണ്ടാകുന്നുണ്ട്. നമ്മുടെ ചന്ദ്രൻ അതിൻ്റെ ഒരു ഉദാഹരണമാണ്. വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ സംഭവിച്ച ഒരു കൂട്ടിയിടി. ആ കൂട്ടിയിടിയെ തുടർന്നാണ് ഇവിടെ ചന്ദ്രൻ എന്ന ഉപഗ്രഹമുണ്ടായത്. ഇത്തരത്തിലുള്ള കൂട്ടിയിടികൾ മിൽക്കി വേ ഗാലക്സിക്കുള്ളിൽ തന്നെ നിരവധി സംഭവിക്കുന്നുണ്ട്. അത് മികച്ച ഒരു ഉദാഹരണമാണ് നമുക്ക് പറഞ്ഞു തരുന്നത്. നമ്മുടെ ഈ പ്രപഞ്ചം അല്ലെങ്കിൽ മിൽക്കി വേ എന്ന ഗാലക്സി ഒരിക്കലും ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള ഗാലക്സി അല്ല എന്നതിൻ്റെ ഉദാഹരണം. ഇത് പെർഫെക്റ്റ് അല്ലാത്തത് കൊണ്ട് തന്നെയാണ് ഇത് ഇത്ര മനോഹരമായിരിക്കുന്നത്. ഇവിടെ ചന്ദ്രൻ ഉള്ളത് കൊണ്ട് തന്നെയാണ് ശരിക്കും നമുക്കിവിടെ ജീവിക്കാൻ സാധ്യമായിരിക്കുന്നത്. മിൽക്കി വേയിൽ വെച്ച് തന്നെ ഏറ്റവും മാസ് കൂടിയ അല്ലെങ്കിൽ ഏറ്റവും പിണ്ഡം കൂടിയ സെലസ്റ്റിയൽ ബോഡി ഏതാണ്? തീർച്ചയായിട്ടും അതൊരു നക്ഷത്രമോ പ്ലാനറ്റോ അല്ല, അതൊരു ബ്ലാക്ക് ഹോളാണ്. വെറും ഒരു ബ്ലാക്ക് ഹോൾ അല്ല, ഒരു സൂപ്പർ മാസീവ് ബ്ലാക്ക് ഹോളാണ്. അത് സ്ഥിതി ചെയ്യുന്നത് നമ്മുടെ മിൽക്കി വേയുടെ മധ്യഭാഗത്തായിട്ടാണ്. അതിന് ചുറ്റുമായിട്ടാണ് ഇവിടെയുള്ള സകല സെലസ്റ്റിയൽ ബോഡിയും വലം വെച്ചുകൊണ്ടിരിക്കുന്നത്. അതാണ് സജിറ്റേറിയസ് എ സ്റ്റാർ എന്ന പേരിൽ അറിയപ്പെടുന്ന ബ്ലാക്ക് ഹോൾ. അതിനു ചുറ്റുമായിട്ടാണ് മിൽക്കി വേയിലെ സകല സെലസ്റ്റിയൽ ബോഡിയും വലം വെച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ മാസിൻ്റെ ഏകദേശ കണക്ക് പറയാം. നമ്മുടെ സൂര്യൻ്റെ മാസ് എത്രയാണോ അതിൻ്റെ 40 കോടി ഇരട്ടിക്കും മുകളിലാണ് ഈ ബ്ലാക്ക് ഹോളിൻ്റെ മാസ്. പ്രപഞ്ചത്തിൽ ഇത്തരത്തിലുള്ള നിരവധി സൂപ്പർ മാസീവ് ബ്ലാക്ക് ഹോളുകളുണ്ട്. പക്ഷേ ആ ബ്ലാക്ക് ഹോളുകളെ വെച്ച് താരതമ്യപ്പെടുത്തുകയാണെങ്കിൽ സജിറ്റേറിയസ് എ സ്റ്റാർ എന്ന സൂപ്പർ മാസീവ് ബ്ലാക്ക് ഹോൾ വളരെയധികം ഇനാക്റ്റീവായിട്ടുള്ള ഒരു ബ്ലാക്ക് ഹോളാണ്. അതിന്റെ കാരണം ഇതിന്റെ സമീപത്ത് താരതമ്യേന മറ്റ് സെലസ്റ്റിയൽ ബോഡികളുടെ സാന്നിധ്യം ഇല്ല എന്നതാണ്. അതിന്റെ കാരണവും ഈ ബ്ലാക്ക് ഹോൾ തന്നെയാണ്. വർഷങ്ങൾക്ക് മുമ്പ് തന്നെ അടുത്തുള്ള സെലസ്റ്റിയൽ ബോഡികളെയെല്ലാം ഇത് അകത്താക്കിയിരിക്കുന്നു. മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം സജിറ്റേറിയസ് എ സ്റ്റാർ എന്ന സൂപ്പർ മാസീവ് ബ്ലാക്ക് ഹോളിന് ഒരു പ്രത്യേകത കൂടിയുണ്ട്. ചരിത്രത്തിൽ മനുഷ്യർ 2 ബ്ലാക്ക് ഹോളുകളെ മാത്രമേ നേരിട്ട് ചിത്രീകരിച്ചിട്ടുള്ളൂ. ഇവന്റ് ഹൊറൈസൺ ടെലസ്കോപ്പ് ശൃംഖലയുടെ സഹായത്താലാണ് ആ ചിത്രീകരണം നടന്നിരിക്കുന്നത്. അതിലൊരെണ്ണം സജിറ്റേറിയസ് എ സ്റ്റാർ തന്നെയാണ്. നമ്മുടെ ഗാലക്സിയുടെ അസ്തിത്വം സജിറ്റേറിയസ് എ സ്റ്റാർ ആണെന്ന് പറയേണ്ടി വരും. കാരണം ഇവിടെ അടങ്ങിയിരിക്കുന്ന സകല സോളാർ സിസ്റ്റത്തെയും ഇപ്രകാരം ചേർത്ത് പിടിച്ചിരിക്കുന്നത് ഈ ഒരു ബ്ലാക്ക് ഹോളിന്റെ സാന്നിധ്യം കൊണ്ട് തന്നെയാണ്. മിൽക്കി വേയിൽ നമുക്ക് കാണാൻ സാധിക്കുന്ന അല്ലെങ്കിൽ നമുക്ക് തിരിച്ചറിയാൻ സാധിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് മാത്രമാണ് ഇതുവരെ പറഞ്ഞത്. അടുത്ത ഫാക്റ്റ് നമുക്കൊരിക്കലും കാണാൻ സാധിക്കാത്ത, മനസ്സിലാക്കാൻ സാധിക്കാത്ത ഒരു കാര്യത്തെക്കുറിച്ചാണ്. അതെ, ഡാർക്ക് മാറ്റർ. മിൽക്കി വേ എന്ന ഗാലക്സിയിൽ ധാരാളമായി ഡാർക്ക് മാറ്റർ അടങ്ങിയിട്ടുണ്ട്. മിൽക്കി വേയിൽ മാത്രമല്ല, എല്ലാ ഗാലക്സികളിലും ധാരാളമായി ഡാർക്ക് മാറ്ററിന്റെ സാന്നിധ്യമുണ്ട്. ഡാർക്ക് മാറ്റർ ഒരിക്കലും പ്രകാശവുമായി ഇന്ററാക്ട് ചെയ്യുന്നില്ല. ഒരു വസ്തുവിന്റെ സാന്നിധ്യം നമുക്ക് കാണാൻ സാധിക്കുന്നത് പ്രകാശം അതിൽ വന്ന് റിഫ്ലക്റ്റ് ചെയ്ത് നമ്മുടെ കണ്ണിൽ പതിക്കുമ്പോഴാണ്, അല്ലെങ്കിൽ നമ്മുടെ ടെലസ്കോപ്പിൽ പതിക്കുമ്പോഴാണ്. പ്രകാശവുമായിട്ട് ഇന്ററാക്ട് ചെയ്യാത്തതുകൊണ്ട് തന്നെ അവിടുന്ന് ഒരു റിഫ്ലക്റ്റഡ് ലൈറ്റും നമ്മുടെ ടെലസ്കോപ്പിൽ വന്ന് പതിക്കുന്നില്ല. അതുകൊണ്ട് അവയുടെ സാന്നിധ്യം നമുക്കൊരിക്കലും മനസ്സിലാക്കാനും സാധിക്കുന്നില്ല. നിലവിലുള്ള തിയറികളുടെ അടിസ്ഥാനത്തിൽ പ്രപഞ്ചത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്ന പദാർത്ഥങ്ങൾ 5% മാത്രമേ ഉള്ളൂ. അവശേഷിക്കുന്നവ ഡാർക്ക് മാറ്ററും ഡാർക്ക് എനർജിയുമാണ്. അതിൽ തന്നെ ഡാർക്ക് മാറ്ററിന്റെ സാന്നിധ്യം 27%. ഇതേ ശതമാന കണക്ക് തന്നെ നമ്മുടെ മിൽക്കി വേ ഗാലക്സിയിലും ബാധകമാണ്. അവയെ കാണാൻ സാധിക്കുന്നില്ലെങ്കിൽ, അവയെ മനസ്സിലാക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ എങ്ങനെയാണ് അവ ഇവിടെ ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്? വളരെ എളുപ്പം മനസ്സിലാക്കാനായി ഡാർക്ക് മാറ്ററിനെ ഒരു പശയുമായി നമുക്ക് ഉപമിക്കാൻ സാധിക്കും. നമ്മുടെ മിൽക്കി വേ അതിതീവ്രമായ വേഗതയിൽ സ്വയം കറങ്ങുന്നുണ്ട്. അതിനും പുറമെയാണ് മിൽക്കി വേ ലോക്കൽ ഗ്രൂപ്പിനുള്ളിൽ കടന്ന് കറങ്ങുന്നത്. ഇത്രയധികം വേഗതയിൽ കറങ്ങുന്നെങ്കിൽ അതിന് ഇത്രയധികം മാസ് മതിയാവുകയില്ല. കൂടുതൽ മാസ് തീർച്ചയായിട്ടും ആവശ്യമാണ്. കൂടുതൽ മാസ് എങ്ങനെയാണ് ലഭ്യമാകുന്നത്? ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്ന പദാർത്ഥങ്ങൾ അത്രയും മാസ് അടങ്ങിയിട്ടില്ല. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ കാരണം ഡാർക്ക് മാറ്റർ തന്നെയാണ്. ചുരുക്കത്തിൽ ഡാർക്ക് മാറ്റർ എന്ന് പറയുന്നത് ഒരു പശയാണ്. നമ്മുടെ ഗാലക്സിയിലുള്ള സകല സെലസ്റ്റിയൽ ബോഡിയെയും ആ പശ ഉപയോഗിച്ച് ഒട്ടിച്ചു വെച്ചിരിക്കുകയാണ്. പെട്ടെന്ന് മനസ്സിലാക്കാനുള്ള അനാലജിയാണ് അതിനെ നേരിട്ട് ആ അർത്ഥത്തിൽ തന്നെ എടുക്കുക. മിൽക്കി വേ ഒരു സ്റ്റാറ്റിക് ആയിട്ടുള്ള സിസ്റ്റം അല്ല. അതിൽ എല്ലായ്പ്പോഴും മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ട് തന്നെ ഇരിക്കുകയാണ്. പക്ഷേ ആ മാറ്റങ്ങൾ നമുക്ക് ഒരു മനുഷ്യായുസിലോ അല്ലെങ്കിൽ മനുഷ്യരാശിയുടെ കാലഘട്ടത്തിലോ കണ്ടു മനസ്സിലാക്കാൻ സാധിക്കുന്നതല്ല. പിന്നെ എങ്ങനെയാണ് നമുക്കത് അറിയാൻ സാധിക്കുന്നത്? എന്തൊക്കെ മാറ്റങ്ങളാണ് സംഭവിക്കാൻ പോകുന്നത് നമ്മൾ മനസ്സിലാക്കുന്നത് കമ്പ്യൂട്ടർ സിമുലേഷനുകളുടെ സഹായത്താലാണ്. നമ്മുടെ പക്കൽ നിരവധി ഡേറ്റകളുണ്ട്. പല തിയറികളിലൂടെ നമ്മൾ മനസ്സിലാക്കിയെടുത്തതും ടെലസ്കോപ്പിലൂടെ നമ്മൾ നേടിയെടുത്തതുമായിട്ടുള്ള ഡേറ്റകൾ. ആ ഡേറ്റകൾ ഉപയോഗിച്ച് മാത്തമെറ്റിക്കൽ ടൂളുകളുടെ സഹായത്താലാണ് നമ്മൾ ഈ സിമുലേഷനുകൾ സൃഷ്ടിക്കുന്നത്.
എങ്ങനെയാണ് മിൽക്കി വേയിൽ ഈ മാറ്റങ്ങൾ സംഭവിക്കുന്നത്? അതിന് കുറേയധികം കാരണങ്ങളുണ്ട്. അതിൽ ഒരു കാരണം കോസ്മിക് റേ തന്നെയാണ്. കോസ്മിക് റേയുടെ സാന്നിധ്യം കാരണം ഇവിടെ അടങ്ങിയിരിക്കുന്ന നക്ഷത്രങ്ങളുടെ കെമിക്കൽ കോമ്പോസിഷനിൽ മാറ്റം വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നക്ഷത്രത്തിന്റെ മുന്നോട്ടുള്ള ഗതിയെ അത് ബാധിക്കുന്നുണ്ട്. കൂടാതെ ഗാലക്സിയിൽ നിരവധി ഗ്യാസ് ക്ലൗഡുകളുണ്ട്. ആ ഗ്യാസ് ക്ലൗഡിന്റെ ഡിസ്ട്രിബ്യൂഷനിലും ഈ കോസ്മിക് റേ വ്യതിയാനങ്ങൾ വരുത്തുന്നുണ്ട്. മിൽക്കി വേയിൽ എത്ര ഗ്രഹങ്ങളുണ്ട്? പഠനങ്ങൾ പറയുന്നത് ഏറ്റവും കുറഞ്ഞത് 10,000 കോടി ഗ്രഹങ്ങളെങ്കിലും മിൽക്കി വേ ഗാലക്സിയിൽ ഉണ്ടായിരിക്കുമെന്നാണ്. അവയെല്ലാം തന്നെയും വ്യത്യസ്തമായിട്ടുള്ള ഗ്രഹങ്ങളാണ്. പക്ഷേ അവയ്ക്കെല്ലാം തന്നെയും ഒരൊറ്റ രൂപമാണ്. ഏകദേശം ഒരു സ്പിയറിന്റെ രൂപമാണുള്ളത്. ഈ 10,000 കോടി ഗ്രഹങ്ങൾ ഭൂമിയെ പോലുള്ള ഗ്രഹങ്ങൾ എത്രണ്ണം ഉണ്ടായിരിക്കും? ഇപ്പോൾ തന്നെ നമ്മൾ നിരവധി അപ്രകാരമുള്ള ഗ്രഹങ്ങളെ കണ്ടെത്തിയിട്ടുണ്ട്. പക്ഷേ കണ്ടെത്താൻ സാധിക്കാത്തത് കോടിക്കണക്കിനാണ്. അതിൻ്റെ അർത്ഥം ഒന്നു തന്നെയാണ്. ഇവിടെ ഭൂമിയെപ്പോലുള്ള അല്ലെങ്കിൽ ഭൂമിയേക്കാൾ മനോഹരമായിട്ടുള്ള നിരവധി ഗ്രഹങ്ങളുണ്ട്. ഇത്രയധികം എണ്ണമുള്ളത് കൊണ്ട് തന്നെ അവയെല്ലാം കണ്ട് മനസ്സിലാക്കാനും പഠിക്കാനും നിലവിലുള്ള സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് നമുക്ക് സാധിക്കുന്നില്ല എന്ന് മാത്രം. ഈ കൂട്ടത്തിൽ ഭൂമിയെപ്പോലെ അല്ലെങ്കിൽ ചൊവ്വാഗ്രഹത്തെ പോലെ കൃത്യമായിട്ടുള്ള പ്രതലമുള്ള റോക്കി പ്ലാനറ്റുകളുണ്ട്. അതിനു പുറമെ കൃത്യമായിട്ടുള്ള പ്രതലമില്ലാത്ത അന്തരീക്ഷവും പ്രതലവും പരസ്പരം കൂടിക്കുഴഞ്ഞിരിക്കുന്ന ജൂപ്പിറ്ററിനെ പോലുള്ള ഗ്രഹങ്ങളുമുണ്ട്. മിൽക്കി വേയിൽ ഏറ്റവും ഊർജ്ജമുള്ള റേഡിയേഷൻ ഏതാണ്? നമുക്ക് കാണാൻ സാധിക്കുന്ന പ്രകാശം ഒരു റേഡിയേഷനാണ്. അപ്രകാരമുള്ള ഒരു ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷനെ കുറിച്ച് തന്നെയാണ് നമ്മളിവിടെ പറയുന്നത്. അത് മറ്റൊന്നുമല്ല, ഗാമാ റേ തന്നെയാണ്. മിൽക്കി വേയിൽ മാത്രമല്ല, പ്രപഞ്ചത്തിൽ തന്നെ ഏറ്റവും ഊർജ്ജമടങ്ങിയിരിക്കുന്ന റേഡിയേഷൻ ഗാമാ റേ ആണ്. പക്ഷേ ഗാമാ റേക്ക് ഒരു പ്രത്യേകതയുണ്ട്. അത് നേരിട്ട് ഏതെങ്കിലും ഒരു സെലസ്റ്റിയൽ ബോഡിയിൽ നിന്നുണ്ടാകുന്ന റേഡിയേഷൻ അല്ല. നമുക്ക് കാണാൻ സാധിക്കുന്ന വിസിബിൾ സ്പെക്ട്രവും അതുപോലെ അൾട്രാ വയലറ്റ് റേഡിയേഷനും ഇൻഫ്രാറെഡും ഒക്കെ നക്ഷത്രങ്ങളിൽ നിന്നും നേരിട്ടുണ്ടാകുന്നതാണ്. എന്നാൽ ഗാമാ റേ അപ്രകാരമല്ല ഉണ്ടാകുന്നത്. അതുണ്ടാകുന്നത് കോസ്മിക് റേയിൽ നിന്നാണ്. കോസ്മിക് തരംഗങ്ങൾ ഗ്യാസ് ക്ലൗഡുകളിൽ വന്ന് പതിക്കുമ്പോഴാണ് ഗാമാ റേകൾ ഉണ്ടാകുന്നത്. അങ്ങനെയാണെങ്കിൽ കോസ്മിക് റേ എങ്ങനെയാണ് ഉണ്ടാകുന്നത്? അതിൻ്റെ പിന്നിൽ ഡയറക്റ്റായിട്ടുള്ള ഒരു റീസൺ തന്നെയുണ്ട്. അത് ഗവേഷകർ നേരത്തെ തന്നെ കണ്ടെത്തിയിട്ടുള്ളതുമാണ്. വലിയ രീതിയിലുള്ള എക്സ്പ്ലോഷൻ അല്ലെങ്കിൽ സൂപ്പർനോവകൾ. നക്ഷത്രങ്ങളുടെ അവസാന ഘട്ടങ്ങളിലാണ് ആ സൂപ്പർനോവകൾ സംഭവിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് കോസ്മിക് റേഡിയേഷനുകൾ ഇവിടെ ഉണ്ടാകുന്നത്. തിയറികളുടെ അടിസ്ഥാനത്തിൽ ഇവിടെ ഗാമാ റേ ഗ്ലോ ഉണ്ടാകുമെന്ന് നമ്മൾ നേരത്തെ കണ്ടെത്തിയതാണ്. പക്ഷേ പ്രാക്ടിക്കലി അത് നേരിട്ട് ടെലസ്കോപ്പുകളുടെ സഹായത്താൽ കണ്ടെത്തുന്നത് 2008 ഫെർമി ഗാമാ റേ സ്പേസ് ടെലസ്കോപ്പിന്റെ സഹായത്താലായിരുന്നു ആ കണ്ടെത്തൽ സംഭവിച്ചത്. നമ്മുടെ ഭൂമിക്ക് ഒരു ഉപഗ്രഹമുണ്ട്. ഭൂമിയെ വലം വെച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഉപഗ്രഹം. അതാണ് ചന്ദ്രൻ. അതുപോലെ തന്നെ നമ്മുടെ ഗാലക്സിയായ മിൽക്കി വേയ്ക്കും നിരവധി ഉപഗ്രഹങ്ങളുണ്ട്. അത് ഗാലക്സികൾ തന്നെയാണ്, പക്ഷേ വളരെയധികം വലിപ്പക്കുറവുള്ള വളരെ ഫെയിൻ്റ് ആയിട്ടുള്ള ഗാലക്സികളാണ്. അതിനെ നമ്മൾ ഡ്വാർഫ് ഗാലക്സികൾ എന്ന് പറയുന്നു. ഈ ഡ്വാർഫ് ഗാലക്സി വളരെയധികം അകലെ നിന്നുകൊണ്ട് നമ്മുടെ സ്വന്തം ഗാലക്സിയായ മിൽക്കി വേയെ വലം വെച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇവയെ ഉപഗ്രഹ ഗാലക്സികളെന്ന് നമുക്ക് വിശേഷിപ്പിക്കാൻ സാധിക്കും. അതിൻ്റെ മികച്ച ഒരു ഉദാഹരണമാണ് സജിറ്റേറിയസ് ഡ്വാർഫ് ഗാലക്സി. മിൽക്കി വേയുടെ ഏറ്റവും അരികിൽ സ്ഥിതി ചെയ്യുന്ന ഗാലക്സിയായ ആൻഡ്രോമിഡ ഗാലക്സി. ഈ ആൻഡ്രോമിഡ ഗാലക്സിയുമായി മിൽക്കി വേ കൂട്ടിമുട്ടാൻ പോവുകയാണ്. നിലവിൽ രണ്ട് ഗാലക്സിയും തമ്മിലുള്ള ദൂരം 25 കോടി പ്രകാശവർഷങ്ങളാണ്. പക്ഷേ ഒരു 4500 കോടി വർഷങ്ങൾ കൂടി കഴിയുമ്പോഴേക്കും ഈ രണ്ട് ഗാലക്സിയും പരസ്പരം കൂട്ടിമുട്ടുന്നതാണ്. ബ്രൈറ്റ് എക്സ്പ്ലെയിനർ എന്ന പേരിൽ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടുണ്ട്. ശാസ്ത്രേതര വിഷയങ്ങളായിരിക്കും അതിൽ കൈകാര്യം ചെയ്യുന്നത്. നിങ്ങൾക്ക് അത്തരത്തിലുള്ള വീഡിയോകൾ കാണാൻ താല്പര്യമുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിലും ഫസ്റ്റ് കമൻറ്റിലും കൊടുത്തിരിക്കുന്ന ലിങ്ക് പരിശോധിക്കുക.